സാന്ത്വനം സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. ദേവമംഗലത്തുള്ളവരും കൃഷ്ണമംഗലക്കാരും തമ്മിലുള്ള കുടിപ്പക ഓരോ ദിവസം പോകുന്തോറും വളർന്നു വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ബാലനും ആര്യനും കൃഷ്ണമംഗലക്കാർക്ക് വരുത്തിവെച്ച നാണക്കേടുകൾക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കുവാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് അച്യുതനും അലോകും. അതിന് അച്യുതന്റെ നിർദ്ദേശപ്രകാരം ബാലന്റെ മകളെ വളച്ചെടുത്ത് കൃഷ്ണമംഗലത്ത് എത്തിക്കുവാൻ വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമത്തിന്റെ പിന്നാലെയാണ് ഇപ്പോൾ അലോക് ആയിരിക്കുന്നത്. അതിനുവേണ്ടി ഒന്ന് രണ്ട് ശ്രമങ്ങളൊക്കെ അലോക് പയറ്റി നോക്കിയെങ്കിലും അതൊക്കെ 8 നിലയിൽ പൊട്ടുന്ന കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത്. എങ്കിലും നിരന്തരമായ കഠിന പ്രയത്നത്തിനൊടുവിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് അലോക് എത്തുക തന്നെ ചെയ്യും. എന്നുവെച്ചാൽ ബാലന്റെ ഇളയ മകൾ അനുശ്രീയെ അലോക് പൊക്കും. അവൾ കൃഷ്ണമംഗലത്തെ മരുമകളായി മാറുകയും ചെയ്യും. വരുന്ന എപ്പിസോഡുകളിൽ നമുക്കതൊക്കെ കാണാൻ കഴിയുന്നതാണ്. ഇതിനിടയിൽ ദേവമംഗലം വീട്ടിലും പരസ്പരമുള്ള പൊട്ടിത്തെറികളും ചെളിവാരി എറിയലുകളും ഒക്കെ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെയും ഒറ്റക്കെട്ടായി പോയൊരു കുടുംബം ദേവിയുടെ വരവോടെ പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആകാശാണെങ്കിൽ വലിയ ആശങ്കയിലാണ്. എന്നാൽ ആകാശ് കൈവിട്ടു പോകുമോ എന്നുള്ള ഭയത്തിൽ ഓരോ ദിവസവും ബാലനും അങ്ങനെ തള്ളി നീക്കുന്നു. പക്ഷേ ആകാശിനോടുള്ള സമീപനത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും പരസ്യമായി ബാലൻ തയ്യാറാകുന്നുമില്ല. എന്നാൽ കഴിഞ്ഞൊരു ദിവസം ആകാശ് ഗോമതിയോട് ചില പരാതികളൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഗോമതി ബാലനോട് പറയുകയാണ്, ബാലേട്ടാ, ആകാശിന്റെ കയ്യിൽ വല്ലപ്പോഴും കുറച്ച് പൈസയൊക്കെ കൊടുക്കണം. എന്താവശ്യമുണ്ടെങ്കിലും അവൻ അവന്റെ ഭാര്യയുടെ മുമ്പിൽ കൈനീട്ടുകയാണ്. അതിന്റെ നാണക്കേട് നമുക്കല്ലേ ബാലേട്ടാ? ഉടനെ ബാലൻ ചോദിക്കുകയാണ്, നീ എന്താണ് ഗോമതി ഉദ്ദേശിക്കുന്നത്? കാര്യം അങ്ങ് പറ. ഗോമതി സ്റ്റോഴ്സിൽ ജോലി എടുക്കുന്നതിന്റെ ശമ്പളം ഞാൻ അവന് കൊടുക്കണമെന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? ബാലേട്ടാ, ശമ്പളക്കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. ബാലേട്ടന് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അവനൊരു കുടുംബമായി, അവൻ്റെ മനസ്സിലും ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ? അവൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു സമ്മാനം വാങ്ങിക്കൊടുക്കണമെന്നും അത്യാവശ്യത്തിന് അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ തന്നെ ചെയ്തെടുക്കണം എന്നുമൊക്കെ. പക്ഷേ 1 രൂപ പോലും അവൻ്റെ കയ്യിൽ എടുക്കുവാനില്ല. അത് എനിക്കും ബാലേട്ടന് നന്നായിട്ടറിയാം. ഗോമതി, അവൻ്റെ ഭാര്യയ്ക്ക് ജോലിയുണ്ട്. ആ പൈസയിൽ നിന്ന് 1 രൂപ പോലും ഞാൻ ചോദിക്കാറില്ലല്ലോ. അവളുടെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് അവൻ അവൾക്ക് സമ്മാനം വാങ്ങിക്കൊടുക്കുന്നത്? അവൾക്ക് ആവശ്യമുള്ളതൊക്കെ അവൾക്കങ്ങ് വാങ്ങരുതോ? ഓ, ഈ ബാലേട്ടൻ്റെ ഓരോരോ ചിന്തകൾ! എൻ്റെ ബാലേട്ടനൊന്ന് ചിന്തിച്ചു നോക്കണം. ഇതുപോലെയുള്ളൊരു അന്തരീക്ഷം ബാലേട്ടന് വരികയായിരുന്നെങ്കിൽ, ഞാൻ ജോലിക്ക് പോവുകയും ബാലേട്ടൻ പണിയില്ലാതെ വീട്ടിലിരിക്കുകയും ചെയ്യുകയായിരുന്നുവെങ്കിൽ, ബാലേട്ടൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടെ എൻ്റെ മുമ്പിൽ കൈനീട്ടേണ്ടിയും വരുമ്പോൾ എന്തായിരിക്കും ബാലേട്ടൻ്റെ മനസ്സിൽ തോന്നുക? എത്ര സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞാലും ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നാണക്കേട് തന്നെയാണ് ബാലേട്ട. അല്ല ഗോമതി, നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്താ? അവൻ നിന്നോട് എന്തെങ്കിലും സംസാരിച്ചോ ഇതേപ്പറ്റി? എന്നോട് ആരും ഒന്നും സംസാരിച്ചിട്ടില്ല ബാലേട്ട. പക്ഷേ നമ്മളല്ലേ നമ്മുടെ മക്കളുടെ ഓരോ അവസ്ഥകളും കണ്ടറിഞ്ഞ് പെരുമാറേണ്ടത്. ഞാൻ ആകാശിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് കേട്ടോ, ആനന്ദിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് മുഴുവനും ബാലേട്ടൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് അവൻ തരും. അവനും ഒരു ഭാര്യയുണ്ട്, അവൾക്കും പല ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമുണ്ട്. എന്താവശ്യം വന്നാലും ഓടി വന്ന് അച്ഛൻ്റെ മുമ്പിൽ കൈനീട്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമാണോ ബാലേട്ട? അവരൊക്കെ പ്രായപൂർത്തിയായില്ലേ, കുടുംബങ്ങളായില്ലേ? ഇത് കേട്ടിട്ട് അല്പനിമിഷം മൗനമായി നിന്നതിന് ശേഷം ബാലൻ പറയുന്നുണ്ട്, ആ നോക്കട്ടെ, പരിഗണിക്കാം. തുടർന്ന് അടുത്ത ദിവസം ഗോമതി സ്റ്റോഴ്സിലെത്തിയിട്ട് ധർമ്മനെയും ആകാശിനെയും വിളിച്ചിട്ട് ബാലൻ പറയുന്നുണ്ട്, ആ എടാ ധർമ്മ, ഇന്നു മുതൽ എല്ലാ ദിവസവും വൈകിട്ട് കടയടയ്ക്കുന്നതിന് മുൻപ് ഒരു 100 രൂപ വീതം നീയും ആകാശും പെട്ടിയിൽ നിന്ന് എടുത്തോണം. ഇത് കേൾക്കുമ്പോഴേക്കും ധർമ്മൻ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, അതെന്താളിയാ അങ്ങനെ? 100 രൂപ വീതം ഞങ്ങൾ 2 പേരും എടുത്തോളാമെന്നോ? എടാ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ? അതിനുവേണ്ടി അത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ. അതിന് പ്രത്യേകിച്ച് കണക്കും കാര്യങ്ങളും ഒന്നും വേണ്ട. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അയ്യോ അളിയ, അതെന്തൊരു വർത്തമാനമാണ്? ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അളിയൻ ഇപ്പോഴാണോ മനസ്സിലായത്? എടാ ധർമ്മ, നീ കൂടുതൽ എന്നെ കയറി അങ്ങ് ഹെഡ് ചെയ്യാൻ വരരുത് കേട്ടോ. ഒരു നല്ല കാര്യം പറഞ്ഞപ്പോൾ അവൻ പരിഹസിക്കാൻ വന്നിരിക്കുന്നു. അയ്യോ എൻ്റെ അളിയ, ഞാൻ പരിഹസിച്ചതൊന്നുമല്ല. പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം അളിയൻ പറഞ്ഞപ്പോൾ അത് കേട്ടിട്ടങ്ങ് അന്തം വിട്ടുപോയി. കാരണം അത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. എടാ ആകാശേ, ഇന്നു മുതൽ നമ്മൾ പൈസ എണ്ണി കുഴയും കേട്ടോ. അളിയൻ പുതിയ തീരുമാനങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. 100 രൂപ വീതം നമുക്ക് 2 പേർക്കും ഉണ്ടെന്ന്. ഇത് കേൾക്കുമ്പോൾ ആകാശ് മനസ്സിൽ പറയുകയാണ്, അത് ശരി. അപ്പൊ സ്വയം ചിന്തിക്കാൻ കഴിവില്ലാത്ത അച്ഛനോട് അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അത് കേട്ടപ്പോഴാണ് വെളിവ് വീണത്. എന്തായാലും കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ ഓരോ സമയത്ത് ആവശ്യമുള്ളത് അതതുപോലെ ഞാൻ പിടിച്ചു വാങ്ങിയേ പറ്റൂ. തുടർന്ന് ബാലൻ രാമേട്ടനോട് പറയുന്നുണ്ട്, രാമേട്ട, നമുക്ക് ആ വെളിച്ചെണ്ണയുടെ ഡീലറിൻ്റെ അടുത്ത് വരെ ഒന്ന് പോകണം. രാമേട്ടനൊന്ന് വന്നേ.
അതെന്തിനാടാ ബാല ഇപ്പോൾ വെളിച്ചെണ്ണ കച്ചവടക്കാരനെ കാണാൻ പോകുന്നത്? അത് രാമേട്ട, കഴിഞ്ഞ തവണ വെളിച്ചെണ്ണ ഇറക്കിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും കുറേയേറെ പൈസ അയാൾ അധികമാണ് കണക്ക് പറഞ്ഞ് വാങ്ങിക്കൊണ്ട് പോയത്. പിന്നീട് ഞാൻ അയാളോട് അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. അപ്പോൾ അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞത്. ഇന്നാണ് അവിടേക്ക് പോകേണ്ടത്. ഓ എൻ്റെ ബാല, ഇന്നല്ല പോകേണ്ടത്, നാളെയാണ്. നാളെ ചെല്ലാൻ അയാൾ പറഞ്ഞു എന്നല്ലേ നീ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞിരുന്നത്? എൻ്റെ രാമേട്ട, നാളെ അല്ല, ഇന്നാണ് പോകേണ്ടത്. എനിക്ക് ഓർമ്മക്കുറവൊന്നുമില്ല. പിന്നെ കൂടെ കൂടെ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്ന സ്വഭാവം അതൊന്നും എൻ്റേതല്ല. ഹാ, നീ എന്താ ബാല ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ വാക്കുമാറ്റി പറയുന്നവനാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞോ? അയ്യോ, രാമേട്ടൻ പറഞ്ഞതൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ചിലരൊക്കെ ഉണ്ട് ഇപ്പോൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയവർ എന്ന് പറഞ്ഞിട്ട് ആകാശിനെ ഒന്ന് ഒളികണ്ണിട്ട് നോക്കുന്നുണ്ട് ബാലൻ. ഇത് കണ്ടിട്ട് പെട്ടെന്ന് ആകാശ് ചോദിക്കുകയാണ്, അതെന്താച്ചാ അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോൾ എന്നെ ഒന്ന് നോക്കിയത്? അച്ഛൻ വാക്കുമാറ്റി പറയുന്നവനാണെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്താടാ, നീ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? നീ ഇന്നലെ വീട്ടിൽ വെച്ച് പറഞ്ഞിരുന്നല്ലോ, ഒരു സമയത്ത് ഞാൻ ഒന്ന് പറയും, കുറച്ച് കഴിയുമ്പോൾ മറ്റൊന്ന് മാറ്റി പറയുമെന്ന്. ആര്യനോട് ജോലിക്ക് പോകണം, കാശ് കൊണ്ടുതരണം എന്ന് പറഞ്ഞിട്ട് അതേ നാക്കുകൊണ്ട് തന്നെ ജോലിക്ക് പോകണ്ട എന്ന് ഞാൻ പിന്നെ മാറ്റി പറയുമെന്ന് അങ്ങനെ നീ പറഞ്ഞില്ലേ? അയ്യോ അച്ഛാ, അത് നീ കൂടുതലൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. വാരാമേട്ടാ, നമുക്ക് പോകാം. ഇത് പറഞ്ഞിട്ട് ബാലൻ കടയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ആവശ്യമില്ലാതൊരു സീൻ ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി ബാലൻ മനഃപൂർവ്വം ശ്രമിച്ചതാണ് എന്ന് മനസ്സിലാക്കിയ ആകാശ് അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. തുടർന്ന് ബാലൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ പെട്ടെന്ന് ആകാശ് മേശ തുറന്ന് അതിൽ നിന്നും ഒരു 500 രൂപ എടുത്ത് പോക്കറ്റിലേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് കണക്ക് ബുക്കിൽ 500 രൂപയുടെ കള്ളക്കണക്കും എഴുതി വെച്ചു. ഇത് കണ്ടുകൊണ്ട് ധർമ്മൻ ചോദിക്കുന്നുണ്ട്, എടാ ആകാശേ, നീ എന്തൊക്കെയാടാ ഈ കാണിക്കുന്നത്? ഇത്രയും കാലമില്ലാത്ത ഓരോരോ സ്വഭാവങ്ങളാണല്ലോ നിനക്കിപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. എന്തിനാടാ നിനക്കിപ്പോൾ ഈ 500 രൂപ? 100 രൂപ എടുത്തോളാൻ പറഞ്ഞത് തന്നെ വലിയ കാര്യം. അത് കേൾക്കേണ്ട താമസം 500 രൂപ നീ അടിച്ചു മാറ്റുന്നോ? എടാ, അളിയൻ അറിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാവും. സൂക്ഷിച്ചു വേണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒപ്പിച്ചു വെക്കാൻ. 100 രൂപയുടെ സ്ഥാനത്ത് 500 രൂപ എന്നൊക്കെ എഴുതി വെച്ചിട്ട് പോയാലേ നിനക്ക് പണി കിട്ടും. എൻ്റെ മാമനൊന്നും മിണ്ടാതിരിക്കും. ഒരു പണിയും കിട്ടാൻ പോകുന്നില്ല, ആരും പിടിക്കാനും പോകുന്നില്ല. അച്ഛൻ എന്തൊക്കെ ഡയലോഗുകളാണ് അടിച്ചിട്ട് പോയത്. ഇതെല്ലാം കേൾക്കുകയും വേണം, എന്നിട്ട് ശമ്പളമില്ലാതെ ജോലിയും ചെയ്യണം. അതെ, ഞാൻ ഇപ്പോൾ വരാം കേട്ടോ. ഇത് പറഞ്ഞിട്ട് ആ പൈസയുമായിട്ട് ആകാശ് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. തുടർന്ന് ആകാശ് നേരെ പോകുന്നത് ബാഗ് വിൽക്കുന്നൊരു കടയിലേക്കാണ്. അവിടെ എത്തുമ്പോൾ കണ്ണഞ്ചിക്കുന്ന വൈവിധ്യങ്ങളാൽ നിറയപ്പെട്ട ഒട്ടനവധി ബാഗുകൾ തൂക്കിയിട്ടിരിക്കുകയാണ്. ആകാശ് മനസ്സിൽ പറയുന്നുണ്ട്, ആഹാ, എത്ര മനോഹരമായ ബാഗുകൾ. ഇതിൽ നിന്ന് ഏറ്റവും നല്ലതൊന്ന് തിരഞ്ഞെടുക്കണം. അത് മീനാക്ഷിക്ക് എൻ്റെ സമ്മാനം. ഇത് പറഞ്ഞിട്ട് ഓരോരോ ബാഗുകൾ നോക്കിയിട്ട് അതിൽ നിന്നും ഇഷ്ടപ്പെട്ട ഒരെണ്ണം ആകാശ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, അതെ, ഇതിൻ്റെ വില എത്രയാണ്? അപ്പോൾ അവർ പറഞ്ഞ വില കേട്ടിട്ട് ആകാശ് ഒന്ന് ഞെട്ടുന്നുണ്ട്. 2800 രൂപ. ഉടൻ തന്നെ ആ ബാഗ് അവിടെ വെച്ചിട്ട് ആകാശ് പറയുന്നുണ്ട്, അയ്യോ, ഇത്രയൊന്നും പൈസ എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ. എനിക്ക് ഇത്രയും വലിയ വിലയുള്ള ബാഗ് വേണ്ട. 500 രൂപ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിനുള്ള ബാഗ് ഉണ്ടെങ്കിൽ തന്നാൽ മതി. അപ്പോൾ അവിടെ നിൽക്കുന്ന സെയിൽസ് ഗേൾ പറയുന്നുണ്ട്, സർ, 500 രൂപയുടെ ബാഗ് ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഏറ്റവും കുറഞ്ഞ ബാഗിന് 850 രൂപയാണ്. ആഹാ, എവിടെ കാണിച്ചേ ആ 850 രൂപയുടെ ബാഗ്? ഉടനെ ആ പെൺകുട്ടി 850 രൂപയ്ക്കുള്ള ബാഗ് എടുത്ത് ആകാശിനെ കാണിക്കുന്നുണ്ട്. ആകാശിന് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും പൈസ ഇല്ലല്ലോ, അതുകൊണ്ട് ആകാശ് പറയുന്നുണ്ട്, അതെ, ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പോൾ വരാം. തുടർന്ന് ആകാശ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ധർമ്മനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ധർമ്മനോട് പറയുകയാണ്, മാമ, എനിക്കൊരു 350 രൂപ കടം തരാമോ? 350 രൂപ കടവോ? എന്തിനാടാ നിനക്കിപ്പോൾ 350 രൂപ? 500 രൂപ ഇവിടുന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് നീ ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയതല്ലേ ഉള്ളൂ. അത് മാമ, ഒരു സാധനം വാങ്ങാൻ വേണ്ടിയാണ്. 350 രൂപയുടെ കുറവുണ്ട്, അത് വേണം എനിക്ക്. ആ ശരി, ഞാനത് അയച്ചു തന്നേക്കാം. പിന്നെ പെട്ടെന്ന് ഇങ്ങ് തരണം കേട്ടോ. ഇത് പറഞ്ഞിട്ട് 350 രൂപ ധർമ്മൻ ഗൂഗിൾ പേ ചെയ്ത് ആകാശിന് കൊടുക്കുന്നുണ്ട്. പിന്നീട് 850 രൂപ കൊടുത്ത ആകാശ് ആ ബാഗുമൊക്കെ വാങ്ങി വലിയ സന്തോഷത്തോടെ തിരിച്ച് കടയിലേക്ക് മടങ്ങി വരികയാണ്. ആ സമയത്ത് ആകാശിൻ്റെ മനസ്സിലാണെങ്കിൽ ഒന്ന് നേരം വൈകാനുള്ള ആഗ്രഹമാണ്. വീട്ടിലെത്തിയിട്ട് വേണം ആദ്യമായി താൻ വാങ്ങിയ സമ്മാനം മീനുവിന് കൊടുക്കുവാൻ. അതുകൊണ്ട് ഭദ്രമായി ആ ബാഗ് പൊതിഞ്ഞ് വണ്ടിക്കുള്ളിൽ ആകാശ് ആരും കാണാതെ വെക്കുകയാണ്. തുടർന്ന് കാണുന്നത് ദേവമംഗലത്ത് CCTV ഫിറ്റ് ചെയ്യുവാൻ വേണ്ടി ബാലൻ ഒരാളിനെ വിളിക്കുന്ന കാഴ്ചയാണ്. കഴിഞ്ഞ ദിവസത്തെ മോഷണ ശ്രമവും ഉദയഭാനുവിനെ കൃഷ്ണമംഗലക്കാർ പിടിച്ചു കെട്ടിയതുമെല്ലാം ബാലൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ CCTV ഫിറ്റ് ചെയ്യുവാൻ വന്ന ആളിനോട് ബാലൻ ചോദിക്കുന്നുണ്ട്, എത്രയാണ് ക്യാമറ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ റേറ്റൊക്കെ? അത് കേട്ടിട്ട് അയാൾ ക്യാമറയുടെ എണ്ണവും അതിനു വേണ്ടി വരുന്ന കേബിളുകളുടെ കണക്കും പിന്നീട് ആക്സസറീസും എല്ലാം കൂടെ കൂട്ടിയതിന് ശേഷം പറയുകയാണ്, സാർ, ഒരു 40,000 രൂപയുടെ ചിലവോളം ഉണ്ടാവും. ഇത്രയും കേൾക്കുമ്പോഴേക്കും ബാലൻ്റെ കണ്ണങ്ങ് തള്ളുകയാണ്. എന്നിട്ട് ബാലൻ പറയുകയാണ്, അയ്യോ, ഇത് ഒരുപാട് കൂടുതലാണ്.
ഗോമതി സ്റ്റോഴ്സിൽ ഞങ്ങൾ CCTV ഫിറ്റ് ചെയ്തിട്ട് അധികം കാലമൊന്നും ആയില്ല. ഇതിന്റെ പകുതി തുക പോലും അവിടെ ആയിട്ടില്ല. സാറേ, ഇത് വളരെ അഡ്വാൻസ്ഡ് ടെക്നോളജിയുള്ള ക്യാമറയാണ്. ഇതിൽ നൈറ്റ് വിഷൻ ഉണ്ട്, കൂടാതെ ഓഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. പിന്നെ ഇത് കളറുമാണ്. പിക്ചറൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കുമ്പോൾ ചിലവൽപ്പം കൂടും സാറേ. പിന്നെ 5-6 മാസം കഴിയുമ്പോഴേക്കും ഇതെടുത്ത് കളഞ്ഞിട്ട് പുതിയത് വാങ്ങി വെക്കേണ്ട ആ ഇടപാടൊന്നും ഉണ്ടാവില്ല. സാറിന് ഇത് വിശ്വസിച്ച് ഒരു 10-15 വർഷം യൂസ് ചെയ്യാം. ബാലൻ പറയുകയാണ്, കാര്യമൊക്കെ ശരി തന്നെയാ. എന്നാൽ പോലും ഈ പൈസ എന്ന് പറയുന്നത് ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാര്യമാണ്. 40,000 രൂപയെന്നൊക്കെ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ അടിച്ചു വിട്ടു കഴിഞ്ഞാൽ ക്യാമറ ഫിറ്റ് ചെയ്യണ്ടേ? അതുകൊണ്ട് ഒരുമാതിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ സംസാരിക്കുക. അയാൾ പറയുന്നുണ്ട്, സാറേ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. മാക്സിമം റേറ്റ് താഴ്ത്ത് തന്നെയാണ് ഞാൻ സാറിനോട് പറഞ്ഞത്. സാറും ഒരു കച്ചവടക്കാരനാണല്ലോ, അതുകൊണ്ട് തന്നെ കച്ചവടത്തിലെ എല്ലാ കാര്യങ്ങളും സാറിനും അറിയാം. ഇതിനകത്തുകൂടി എനിക്ക് വലിയ ലാഭമൊന്നും കിട്ടില്ല സാറേ. പിന്നെ നിങ്ങളെപ്പോലെയുള്ളവരുടെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിലെയും ആഗ്രഹം. ഇതൊക്കെ കേട്ടുകൊണ്ട് ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ബാലൻ ആ 40,000 രൂപയ്ക്ക് അങ്ങ് സമ്മതിക്കുകയാണ്. തുടർന്ന് അയാൾ കടയിലേക്ക് പോകുന്നു. ബാലൻ വൈകിട്ട് തിരികെ എത്തുമ്പോഴേക്കും CCTV എല്ലാം ഫിറ്റ് ചെയ്തതിനു ശേഷം ടെക്നീഷ്യൻ മടങ്ങിപ്പോയിട്ടുണ്ട്. ബാലൻ വന്ന് ക്യാമറയൊക്കെ നോക്കിയിട്ട് അകത്തേക്ക് കയറി അതിൻ്റെ ഡിസ്പ്ലേയിൽ നോക്കുമ്പോൾ നല്ല മനോഹരമായ പിക്ചർ ക്ലാരിറ്റി. ബാലന് വളരെയധികം അതങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ധർമ്മനോട് ബാലൻ പറയുന്നുണ്ട്, എന്തായാലും ഇത് വളരെ നന്നായിരിക്കുന്നു, നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ തന്നെയാണ്. ഇനിയിപ്പോൾ കള്ളന്മാരെ പേടിക്കണ്ട, ഒരു കള്ളനും ഈ ഏരിയയിൽ വരുത്തില്ല. അപ്പോൾ ധർമ്മൻ പറയുന്നുണ്ട്, എൻ്റെ അളിയാ, കള്ളനെ പേടിച്ചിട്ടാണ് CCTV വെച്ചതെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. ടെക്നോളജി വികസിക്കുന്നതിനേക്കാൾ സ്പീഡിൽ നമ്മുടെ നാട്ടിലെ കള്ളന്മാർ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. CCTV ഒന്നും അവർക്കൊരു പ്രശ്നമേ അല്ലളിയാ. പിന്നെ ഇപ്പോഴത്തെ ആൾക്കാരൊന്നും വീട്ടിൽ പഴയതുപോലെ പൈസ സൂക്ഷിക്കാറില്ല. എല്ലാം ബാങ്കിലും മറ്റ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങനെയൊക്കെയാണ്. അതൊക്കെ വളരെ കൃത്യമായി അടിച്ചു മാറ്റി കൊണ്ടുപോകുവാനുള്ള എല്ലാ വിദ്യകളും അറിയാവുന്ന പഠിച്ച കള്ളന്മാരാണ് ഈ കാലഘട്ടത്തിലുള്ളത്. കേട്ടിട്ടില്ലേ ഹാക്കർമാരെന്നൊക്കെ? അതന്നെ. അപ്പോൾ ബാലൻ, എടാ, എന്തായാലും ഒരു CCTV നമുക്ക് അത്യാവശ്യമാണ്. കള്ളന്മാരാരും വന്നില്ലെങ്കിലും വീടിന്റെ വാതുക്കൽ ആരൊക്കെ വരുന്നു പോകുന്നു എന്നൊക്കെ നമുക്ക് അകത്തിരുന്ന് കാണാമല്ലോ. ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആനന്ദ് അവിടേക്ക് വരികയാണ്. ആനന്ദ് വീട്ടിലേക്ക് വരുന്നത് അകത്തിരുന്ന് ബാലൻ CCTVയിൽ കൂടി കാണുന്നുണ്ട്. ആനന്ദിന്റെ കയ്യിൽ ദേവിയുടെ പിറന്നാളിനു വേണ്ടി മുറിക്കാനുള്ള കേക്കുമുണ്ട്. തുടർന്ന് ആനന്ദ് അകത്തേക്ക് കയറുമ്പോൾ ബാലനും ഗോമതിയും ധർമ്മനും എല്ലാം ക്യാമറയിൽ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഉടനെ ആനന്ദ് വളരെ സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട്, അച്ഛൻ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തു ഇല്ലേ? ഒരു മുന്നറിയിപ്പുമില്ലാതായി പോയല്ലോ. ആനന്ദേ, നീ ആ വളവ് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് നിന്നെ കണ്ടു. എങ്ങനെയുണ്ട് ക്യാമറ? കൊള്ളാച്ച, വളരെ ക്ലിയർ ആയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ആകാശും മീനും അവിടേക്ക് എത്തുകയാണ്. അവർ വരുന്ന കാഴ്ചയും അകത്തു നിന്ന് എല്ലാവരും കാണുന്നുണ്ട്. വീടിന്റെ വാതിക്കലേക്ക് എത്തിയപ്പോൾ എന്തൊക്കെയോ തമാശകൾ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വണ്ടിയിൽ നിന്നും മീനു ഇറങ്ങുന്നു. തുടർന്ന് ആകാശിന്റെ മൂക്കിൽ പിടിച്ച് ഒരു കറക്ക് കറക്കുന്നുണ്ട്. ഇതകത്തു നിന്ന് ക്യാമറയിലൂടെ കണ്ടുകൊണ്ട് ബാലൻ ഉൾപ്പെടെയുള്ളവർ പൊട്ടിച്ചിരിക്കുകയാണ്. ഇതൊന്നും അറിയാതെ ആകാശും മീനുവും അകത്തേക്ക് വരുന്നു. എല്ലാവരും കൂടി വട്ടം കൂടി നിൽക്കുന്നത് കണ്ടുകൊണ്ട് മീനാക്ഷി ചോദിക്കുന്നുണ്ട്, എന്താണ്? എല്ലാവരും എന്തോ കാര്യമായ ചർച്ചയിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ, എന്തു പറ്റി? അതെ, കാര്യമായ ചർച്ച തന്നെയാണ്. അതെ, 2 പേര് പുറത്തു നിൽക്കുന്നു, ഒരു പെണ്ണ് ഒരു ചെറുക്കൻ്റെ മൂക്കിൽ പിടിച്ച് വലിക്കുന്നു. ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ട് അതേക്കുറിച്ച് ചർച്ചയായിരുന്നു. ഗോമതിയുടെ ഈ കമന്റ് കേട്ടിട്ട് മീനാക്ഷി ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? മൂക്കെ പിടിച്ചു വലിച്ചെന്നോ? ഇവിടെ ഇപ്പോ മൂക്കെ പിടിച്ചു വലിച്ചത് അല്ല, നിങ്ങൾക്കിതൊക്കെ എങ്ങനെ മനസ്സിലായി? ഇത് പറഞ്ഞിട്ട് മീനാക്ഷി ചുറ്റും നോക്കുമ്പോഴാണ് പുറത്തെ ദൃശ്യങ്ങളെല്ലാം അകത്തുള്ളൊരു മോണിറ്ററിൽ തെളിഞ്ഞിരിക്കുന്നത് കാണുന്നത്. ഇത് കണ്ടുകൊണ്ട് മീനാക്ഷി ചോദിക്കുന്നുണ്ട്, ഇത് കൊള്ളാലോ, ആരോടും പറയാതെ ഇവിടെ CCTV ഒക്കെ വെച്ചു അല്ലേ? വെറുതെ അല്ല മൂക്കിന്റെ കഥയുമായിട്ട് അമ്മ വന്നത്. ഈ സമയത്ത് ആനന്ദ് ബാലനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ, ഞാൻ കേക്കുമായിട്ടാണ് വന്നത്, ദേവിയെ വിളിക്കട്ടെ, കേക്ക് കട്ട് ചെയ്യാം. വിളിക്കുമോനെ, നമുക്കിപ്പോൾ തന്നെ കേക്ക് കട്ട് ചെയ്യാം. ഉടനെ മീനാക്ഷി ചോദിക്കുന്നുണ്ട്, അതെന്താ അച്ഛാ, ഇത്രയും കാലം ഇവിടെ ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പം എന്താണ് ഇങ്ങനെ? അത് പിന്നെ മോളെ, എൻ്റെ ജന്മദിനം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇനി മുതൽ ഇവിടെ എല്ലാവർക്കും പിറന്നാളുകൾ ആഘോഷിക്കണമെന്ന്. ദേവിമോളുടെ പിറന്നാളാണ് ആദ്യമായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും കൂടി ഇന്ന് സന്തോഷത്തോടെ കേക്ക് മുറിച്ചത് അങ്ങ് ആഘോഷിക്കാം. ഇത് പറയുമ്പോൾ ആനന്ദ് ദേവിയെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ദേവി വല്ലാത്തൊരു പരിഭ്രമത്തിലാണ് നിൽക്കുന്നത്. കാരണം അച്ഛനെ രക്ഷിക്കുവാൻ വേണ്ടി അമ്മ പറഞ്ഞ വലിയൊരു നുണയായിരുന്നല്ലോ ദേവിയുടെ ബർത്ത്ഡേ എന്നുള്ളത്. പാതിരാത്രിയിൽ മകളെ വിഷ് ചെയ്യുവാൻ വേണ്ടിയല്ലേ അച്ഛൻ വന്നത്. അങ്ങനെ വഴിതെറ്റിയാണല്ലോ അദ്ദേഹം കൃഷ്ണമംഗലത്ത് ഇന്ന് കയറിയതും അവരവിടെ കള്ളനാണ് എന്ന് പറഞ്ഞ് പിടിച്ചു കെട്ടിയിട്ടതുമൊക്കെ.
ഒടുവിൽ അച്ഛനെ രക്ഷിക്കുവാൻ വേണ്ടി അമ്മ വന്നിട്ട് മകളുടെ ജന്മദിനമാണ് എന്ന് അടിച്ചു വിടുകയും ചെയ്തു. അതെല്ലാം കേട്ടിട്ടും ഒരു സംശയവുമില്ലാതെ ബാലനും ഗോമതിയും ദേവമംഗലത്തുള്ള എല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു. എങ്കിലും ജന്മദിനമെന്ന് പറഞ്ഞ് ഏതോ ഒരു ദിവസത്തിൽ കേക്ക് മുറിക്കേണ്ടി വന്നതിൻ്റെ ഒരസ്വസ്ഥത ദേവിയുടെ മനസ്സിലുണ്ട്. തുടർന്ന് ബാലൻ പറയുകയാണ്, ആനന്ദേ, നീ ദേവിമോളുടെ അടുത്തേക്ക് നീങ്ങി നിൽക്ക്, മോള് കേക്ക് കട്ട് ചെയ്യട്ടെ. ഇത് കേട്ടുകൊണ്ട് ദേവിയുടെ അടുത്തേക്ക് ആനന്ദ് നീങ്ങി നിൽക്കുന്നുണ്ട്. ആനന്ദിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ദേവിക്ക് കൂടുതൽ അങ്ങ് അസ്വസ്ഥതയാണ് തോന്നുന്നത്. ദേവി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ആനന്ദേട്ടന് പോലും ഒരു സന്തോഷം തോന്നില്ലല്ലോ, എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇനി എൻ്റെ ബർത്ത്ഡേയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ ആവോ? അപ്പോൾ ഗോമതി പറയുകയാണ്, ഇനി കേക്ക് കട്ട് ചെയ്യാം. ഇത് പറഞ്ഞ് എല്ലാവരും ചേർന്ന് പാട്ടുമൊക്കെ പാടി ദേവി കേക്ക് മുറിച്ച് ആനന്ദിന്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ആനന്ദ് ഉടൻ തന്നെ ആ കേക്ക് ചവച്ചരച്ച് തിന്നാൻ തുടങ്ങി. അപ്പോൾ ആര്യൻ പറയുകയാണ്, ആനന്ദേട്ടൻ ഇങ്ങനെ കേക്ക് തിന്നുകൊണ്ട് നിൽക്കാതെ ഒരു ചെറിയ പീസ് കേക്ക് എടുത്ത് ഏടത്തിയുടെ നാവിലേക്ക് കൂടി വെച്ചു കൊടുക്ക്. അങ്ങനെയല്ലേ ഭാര്യ ഭർത്താക്കന്മാർ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കേണ്ടത്. ഇത് കേട്ടുകൊണ്ട് ആകാശ് ഒരു ചെറിയ കേക്ക് പീസ് എടുത്ത് ദേവിയുടെ വായിലേക്കും വെച്ചു കൊടുക്കുന്നുണ്ട്. തുടർന്ന് കാണുന്നത് മീനാക്ഷി ദേവിക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. അത് വളരെ മനോഹരമായ ഒരു ജിമിക്കി കമ്മലായിരുന്നു. ഇത് കാണുമ്പോഴേക്കും ദേവിക്ക് വലിയ സന്തോഷവും ഒപ്പം സങ്കടവും വരുന്നുണ്ട്. തുടർന്ന് മിത്ര ആര്യൻ്റെയും മിത്രയുടെയും വകയായി ഒരു സമ്മാനം നൽകുന്നുണ്ട്. അതൊരു ചെറിയ ബോക്സിനുള്ളിൽ എന്തോ ഒന്ന് കൊടുക്കുകയാണ്. അത് ആർക്കും മനസ്സിലാവുന്നില്ല. അതിനുശേഷം അനുശ്രീ ഒരു ചോക്ലേറ്റ് കവർ ദേവിക്ക് സമ്മാനിക്കുന്നു. ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ ഗോമതി പറയുന്നുണ്ട്, ആഹാ കൊള്ളാലോ, നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് സമ്മാനങ്ങളെല്ലാം വാങ്ങിവെച്ചു. എന്നോട് മാത്രം ആരും ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് എനിക്ക് മാത്രം സമ്മാനമൊന്നും കൊടുക്കുവാനുമില്ല. ദേവിമോളെ, മോൾക്ക് അമ്മ നല്ലൊരു സാരി നാളെ വാങ്ങി തരുന്നുണ്ട്. എന്തായാലും ഇപ്പം രാത്രിയായില്ലേ, നാളെ നമുക്ക് ഒരുമിച്ച് കടയിൽ പോയി സാരി എടുക്കാം. ദേവമംഗലത്തെ കേക്ക് മുറിക്കലും ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള സമ്മാനങ്ങളുമെല്ലാം ദേവിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ആദ്യമായി ലഭിച്ച അംഗീകാരമായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് ദേവിയുടെ കണ്ണുകൾ അങ്ങനെ നിറഞ്ഞു തുളുമ്പുന്നുണ്ട്. എന്തു പറയണമെന്നറിയാതെ ദേവി അത്ഭുതത്തോടെ ഇതൊക്കെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് ബാക്കിയുള്ള കേക്കുകൾ എല്ലാവരും കൂടി പങ്കിട്ടെടുക്കുമ്പോൾ ബാലൻ പറയുന്നുണ്ട്, നല്ല കേക്ക്, എന്തൊരു ടേസ്റ്റാണ് ഇതിന്. എവിടുന്നാണ് ആനന്ദ ഇത് വാങ്ങിയത്? അത് അച്ഛാ, ടൗണിൽ ഇപ്പോൾ പുതിയൊരു ബേക്കറി വന്നിട്ടുണ്ട്, അവിടുന്ന് വാങ്ങിയതാണ്. ഓ അത് ശരി, എന്തായാലും ഉഗ്രൻ കേക്ക് തന്നെയാണ് കേട്ടോ. എത്രയാണ് ഇതിൻ്റെ വില? അച്ഛാ അത് 900 രൂപയായി. അച്ഛൻ 1000 രൂപയല്ലേ എൻ്റെ കയ്യിലേക്ക് തന്നത്, ബാക്കി 100 രൂപ ഇതാ. ഇത് പറഞ്ഞുകൊണ്ട് ആ 100 രൂപ ബാലൻ്റെ കയ്യിലേക്ക് ആനന്ദ് മടക്കി കൊടുക്കുന്നുണ്ട്. ഉടനെ ബാലൻ ചോദിക്കുകയാണ്, ഈ കേക്കിന് 900 രൂപയെന്നോ? ഇത്രയും ചെറിയ കേക്കിനോ? എന്തൊക്കെയാ ആനന്ദ ഇത്? വെറും 500 രൂപയ്ക്ക് ഇതിനേക്കാൾ നല്ല ഒന്നാം തരം കേക്ക് ഇവിടെ അടുത്ത് മറ്റൊരു ബേക്കറിയിൽ കിട്ടും. ഒരു കേക്ക് വേണം എന്ന് തോന്നി അത് വാങ്ങിക്കുവാൻ ചെല്ലുമ്പോൾ അവർ പറയുന്ന വില കേട്ട് അത് കൊടുത്തിട്ട് വാങ്ങിക്കൊണ്ട് പോരുകയാണോ ചെയ്യേണ്ടത്? പലയിടത്ത് കയറി അന്വേഷിക്കണ്ടേ? ഒരു കേക്കിൻ്റെ മേൽ 400 രൂപയുടെ നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അല്ലെങ്കിലും ഇവിടെയുള്ള എൻ്റെ മക്കൾക്ക് പൈസയുടെ വിലയൊന്നും അറിയില്ലല്ലോ. പണം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നും അതെങ്ങനെ ചെലവഴിക്കണം എന്നൊന്നും നിങ്ങൾക്കിതുവരെയും മനസ്സിലായിട്ടില്ല. അതേക്കുറിച്ചൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ മുൻപിൽ ഞാൻ വെറും മണ്ടനാവുകയാണ്. എന്നാൽ ബാലൻ എങ്ങനെ പണമുണ്ടാക്കാമെന്നും അതെങ്ങനെ ചെലവഴിക്കാമെന്നും നന്നായി പഠിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ കാണുന്നതൊക്കെ ഉണ്ടായിരിക്കുന്നത്. അത് നിങ്ങളാരും മറന്നു പോകരുത്. ബാലൻ്റെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോഴേക്കും ദേവി അങ്ങനെ ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുകയാണ്. അപ്പോൾ ഗോമതി പറയുന്നുണ്ട്, എന്താ ബാലേട്ട ഇതൊക്കെ? 400 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. വലിയ സന്തോഷത്തിലായിരുന്ന ദേവി മോൾക്ക് ബാലേട്ടൻ്റെ സംസാരം കേട്ടപ്പോഴേക്കും സങ്കടമായി. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് ഒരക്ഷരം പോലും മിണ്ടാതെ ബാലൻ അവിടെ നിന്നും എഴുന്നേറ്റ് തൻ്റെ മുറിയിലേക്ക് അങ്ങ് പോവുകയാണ്. ഉടനെ മീനാക്ഷി ദേവിയോട് പറയുന്നുണ്ട്, എടത്തി വിഷമിക്കണ്ട, അച്ഛൻ്റെ സ്വഭാവം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. ഈ ബർത്ത്ഡേയുടെ ആശംസകളും സമ്മാനങ്ങളും ഒക്കെ കിട്ടിയ കൂട്ടത്തിൽ ഇത്തിരി വ്യത്യസ്തമായൊരു ആശംസ കിട്ടിയതായിട്ട് അങ്ങ് കരുതിയാൽ മാത്രം മതി കേട്ടോ. പോട്ടെ, സാരമില്ല. തുടർന്ന് കാണുന്നത് ആകാശ് മുറിയിലിരിക്കുമ്പോൾ മീനാക്ഷി ജോലിയൊക്കെ കഴിഞ്ഞ് കൈ കഴുകി ചെല്ലുന്ന കാഴ്ചയാണ്. മീനാക്ഷിയുടെ വരവും കാത്ത് ആകാശ് അങ്ങനെ ഇരിക്കുകയായിരുന്നു, ബാഗ് സമ്മാനമായി കൊടുക്കുവാൻ വേണ്ടി. മീനാക്ഷി കയറി വരുമ്പോൾ ആകാശ് മുഖവരയായി പറയുന്നുണ്ട്, മീനുവിന് ഒട്ടും തന്നെ വിശ്രമമില്ല അല്ലേ? രാവിലെ എഴുന്നേറ്റാൽ ഈ വീട്ടിലെ ജോലി, തുടർന്ന് ഓഫീസിലെത്തിയിട്ട് അവിടുത്തെ ജോലി, അവിടുന്ന് വന്നു കയറിയാൽ വീണ്ടും ഇവിടുത്തെ ജോലി, ഇതെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചിട്ടായിരിക്കും മീനു വരുന്നത് അല്ലേ? എൻ്റെ ആകാശേ, ഈ വീട്ടിൽ എനിക്ക് എന്ത് ജോലിയുണ്ടെന്നാണ് ആകാശ് പറയുന്നത്? ഇവിടെ ഒരു ജോലിയുമില്ല. ആകെ കൂടി എൻ്റെ ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതാണ്. അടുക്കളയിൽ കയറി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തുടങ്ങുമ്പോൾ അമ്മ പറയും, അവിടെ വെച്ചേക്ക്, ഞാൻ എല്ലാം ചെയ്തോളാമെന്ന്. പിന്നെ എൻ്റെ ഒരു സന്തോഷത്തിന് ഇടിച്ചു കയറി ബലാത്കാരമായി ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതാണ്. ഇപ്പോൾ അടുക്കളയിൽ കാര്യമായിട്ട് പണിയൊന്നും ഇല്ലായിരുന്നു. കുറച്ച് സമയം അമ്മയുമായിട്ട് അവിടെ കത്തിയടിച്ച് നിൽക്കുകയായിരുന്നു.
അപ്പോൾ ആകാശ് തൻ്റെ ഫോൺ എടുത്തിട്ട് ഒരു ബാഗിൻ്റെ ഫോട്ടോ മീനുവിനെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, മീനു ഈ ബാഗ് എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ഇതേ എൻ്റെ ഒരു സുഹൃത്ത് അവൻ്റെ ഗേൾ ഫ്രണ്ടിന് സമ്മാനമായി കൊടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്തതാണ്. അവന് ബാഗിൻ്റെ സെലക്ഷനോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. ഇഷ്ടപ്പെട്ട ഒരെണ്ണത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ ഫോണിലേക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, ഇത് മീനുവിനെ കാണിക്കണം, മീനുവിന് ഇഷ്ടപ്പെട്ടാൽ ഇത് വാങ്ങിക്കാമെന്ന്. എങ്ങനെയുണ്ടിത്? അത് കേട്ടിട്ട് ആ ഫോട്ടോയിലേക്ക് ജസ്റ്റ് മീനാക്ഷി ഒന്ന് നോക്കിയിട്ട് പറയുകയാണ്, അയ്യേ ഇതെന്തൊരു ബാഗാണ്, ഇത് ഏത് ഫ്രണ്ടാണ് ആകാശിനോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞത്? ഇതിന് അങ്ങേയറ്റം 350 രൂപ ചിലവായി കാണും. ഇത്രയും ദാരിദ്ര്യവാസിയായിട്ടുള്ള സുഹൃത്ത് ആകാശിന് ആരാ ഉള്ളത്? പെട്ടെന്ന് ആകാശിൻ്റെ മുഖം അങ്ങ് വാടി. എന്നിട്ട് ആകാശ് പറയുന്നുണ്ട്, മീനുവിനോട് ഇതൊക്കെ പറയാൻ വന്ന ഞാനാണ് ഇപ്പോൾ കുറ്റക്കാരൻ. അതെന്താ ആകാശെ അങ്ങനെ പറഞ്ഞത്? ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമല്ലേ ഉള്ളൂ. ആരോ ആർക്കു വേണ്ടിയോ വാങ്ങിക്കൊടുക്കുന്ന ബാഗ് അത് നമ്മൾ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യുന്നത് അവരെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. അല്ല ആകാശെ, എന്തുപറ്റി ആകാശിൻ്റെ മുഖം പെട്ടെന്നങ്ങ് വാടാൻ? ഒന്നുമില്ല മീനു. അല്ല അങ്ങനെയല്ല, ആകാശ് എന്തോ മറയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. സത്യം പറ, എന്താ പറ്റിയത്? ഒന്നുമില്ലെന്നല്ലേ പറഞ്ഞത്? ഒന്നുമില്ല. അല്ല ആകാശെ, ആകാശിൻ്റെ മുഖം കണ്ടാലേ അറിയാം എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്താ പറ്റിയേ പറഞ്ഞേ. അത് മീനു, ഞാൻ നിനക്ക് തരാൻ വേണ്ടി സെലക്ട് ചെയ്ത ബാഗാണിത്. ഉടനെ മീനു, അയ്യോ എനിക്ക് തരാൻ വേണ്ടി വാങ്ങിയതാണെന്നോ? ആ ഫോട്ടോ ഒന്നുകൂടെ ഒന്ന് കാണിച്ചേ, ഞാനൊന്ന് നോക്കട്ടെ. വേറെ ആരുടെയാണെന്ന് പറഞ്ഞു തുടങ്ങിയത് കൊണ്ട് കാര്യമായിട്ട് ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. നോക്കട്ടെ, കാണിച്ചേ. വേണ്ട, ഇനിയിപ്പോൾ കാണുകയൊന്നും വേണ്ട. എന്താ ആകാശം ഇത്, ഞാനൊന്ന് കാണട്ടെ. ഇത് പറഞ്ഞിട്ട് ആകാശൻ്റെ കയ്യിൽ നിന്നും ബലമായിട്ട് ആ ഫോൺ പിടിച്ചു വാങ്ങി മീനാക്ഷി ആ ഫോട്ടോ ഓപ്പൺ ചെയ്തിട്ട് പറയുകയാണ്, ആഹാ കൊള്ളാലോ ഈ ബാഗ്. സത്യം പറയാമല്ലോ ആകാശേ, വല്ലവരുടെയും ബാഗൊക്കെയാണ് എന്തിനാണ് നോക്കുന്നതെന്ന് കരുതിയിട്ടാണ് ഞാനത് ശ്രദ്ധിക്കാതിരുന്നത്. പക്ഷേ ഇതെനിക്കാണ് എന്ന് കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. പിന്നെയാണ് ഞാൻ ഇപ്പോൾ അത് നോക്കിയത്. ഈ ബാഗ് സൂപ്പറായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്ത് നല്ല കളറാണ് ഇതിൻ്റെ. ഇതൊരു വെറൈറ്റി ബാഗ് തന്നെയാണ്. അതുമല്ല നല്ല വലുപ്പവുമുണ്ട്. ഈ ബാഗ് ഇട്ടുകൊണ്ട് നാളെ എനിക്ക് ഓഫീസിൽ പോകണം. എൻ്റെ എല്ലാ സാധനങ്ങളും ഈ ബാഗിൽ കയറും. മറ്റേ ആ പഴയ ബാഗിനകത്തുണ്ടല്ലോ, എൻ്റെ സാധനങ്ങളൊക്കെ എന്ത് ശ്വാസം മുട്ടിയായിരിക്കുന്നതെന്നറിയാമോ? ഇനിയിപ്പോൾ അതുങ്ങൾക്ക് ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് ഈ ബാഗിനകത്തിരിക്കാം. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ആകാശേ. അല്ല ആകാശ്, ഫോട്ടോ മാത്രമേ കാണിച്ചുള്ളല്ലോ, ബാഗ് എവിടെ? ബാഗ് പുറത്ത് വണ്ടിയിലാണ് മീനു ഇരിക്കുന്നത്. ഇവിടെ എല്ലാവരും ഉള്ളത് കൊണ്ടാണ് ഞാനതിങ്ങോട്ട് എടുക്കാതിരുന്നത്. കൊള്ളാമെങ്കിൽ ഞാൻ പോയി എടുത്തോണ്ട് വരാം. ആകാശ് പെട്ടെന്ന് പോയി എടുക്ക്, കൊള്ളാമെങ്കിലെന്നോ? ഇത് കേട്ടുകൊണ്ട് ആകാശ് പുറത്തേക്ക് പോയി ബാഗുമൊക്കെ എടുത്തുകൊണ്ട് വേഗം അകത്തേക്ക് വരുന്നുണ്ട്. ആകാശ് തനിക്ക് വേണ്ടി വാങ്ങിയ ബാഗാണെന്നറിഞ്ഞപ്പോൾ ആകാശിൻ്റെ മനസ്സിന് വലിയ സന്തോഷമുണ്ടാകത്തക്കവണ്ണം മീനാക്ഷി തൻ്റെ അനിഷ്ടങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് അത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും ഒടുവിൽ ആകാശിന് അത് ഒത്തിരി ആഹ്ലാദം പകരുകയും ചെയ്യുന്ന കാഴ്ചയൊക്കെയാണ് കാണുന്നത്. പിന്നീട് കാണുന്നത് എല്ലാവരും ഉറക്കത്തിലായിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ബാലൻ തൻ്റെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ഹാളിലേക്ക് വന്നിട്ട് CCTVയിലേക്ക് നോക്കുകയാണ്. അപ്പോൾ കാണുന്ന കാഴ്ച കാര്യമായിട്ടൊന്നും തന്നെ സ്ക്രീനിൽ കാണുന്നില്ല. ആകെ പുകപടലങ്ങൾ മൂടിയിരിക്കുന്നത് പോലെ തോന്നുകയാണ്. ഉടനെ ബാലൻ തൻ്റെ ഫോൺ എടുത്തിട്ട് പാതിരാത്രിയിൽ CCTV ഫിറ്റ് ചെയ്ത ആളിനെ വിളിച്ചിട്ട് തെറി പറയുന്നുണ്ട്. ഉച്ചത്തിലുള്ള ബഹളം കേട്ടുകൊണ്ട് ഹാളിൽ ഉറങ്ങിക്കിടന്ന ധർമ്മൻ ഞെട്ടി ഉണരുകയാണ്. ധർമ്മൻ ഒന്നും മനസ്സിലാകുന്നില്ല. പിന്നീട് ശബ്ദം കേട്ടുകൊണ്ട് ഓരോരുത്തർ ഓരോരോ മുറികളിൽ നിന്നും പുറത്തേക്ക് വരുന്നു. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, എടാ 40,000 രൂപയോളം എൻ്റെ കയ്യിൽ നിന്ന് എണ്ണി വാങ്ങിയിട്ട് നീ എന്തുവാടാ ഈ തറച്ചു വെച്ചിട്ട് പോയിരിക്കുന്നത്? രാവിലെ ഈ കോപ്പ് മുഴുവൻ പലിച്ചു പറിച്ചുകൊണ്ട് പോയിക്കോണം. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. മര്യാദയ്ക്ക് ആ കാശ് മുഴുവനും എൻ്റെ കയ്യിൽ കൊണ്ട് തരണം. 10-15 വർഷം ഒരു കുഴപ്പമില്ലാതെ ഓടും എന്ന് നീ പറഞ്ഞിട്ട് പോയതാണ്. വൈകുന്നേരമായപ്പോഴേക്കും കാര്യം കഴിഞ്ഞു അതിൻ്റെ. നിന്റെ ഒരു CCTV ക്വാളിറ്റി കൂടിയതാണ് എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ട് വെച്ചിട്ട് പോയ സാധനം ഒരു കാശിന് കൊള്ളില്ല. ഇങ്ങനെയാണോടാ മനുഷ്യനെ കളിപ്പിക്കുന്നത്? അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, സാറേ എന്താണ് പറ്റിയത് സാർ, കാര്യം പറയൂ. ഇനി എന്തു പറയാനാണ്? നീ ഇങ്ങോട്ട് വാ, വന്ന് നോക്ക് എന്താ സംഭവിച്ചതെന്ന്. സാറേ ഞാൻ രാവിലെ വന്നോളാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഈ രാത്രിയിൽ തന്നെ വന്ന് നിന്റെ സാധനം എടുത്തുകൊണ്ട് പോകണം, എൻ്റെ കാശും തിരിച്ചു തരണം. സാറേ ഞാൻ ഉറക്കത്തിലായിരുന്നു. വൈഫും കുഞ്ഞുങ്ങളുമൊക്കെ എൻ്റെ കൂടെ കിടക്കുകയാണ്. എനിക്കിപ്പോൾ വരാൻ പറ്റില്ല. അതിരാവിലെ തന്നെ ഞാനങ്ങ് എത്തിക്കോളാം. ഇത് കേട്ടിട്ട് ബാലൻ ദേഷ്യത്തോടെ ഫോൺ അങ്ങ് കട്ട് ചെയ്യുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് അടുത്ത് നിന്ന ആര്യൻ പറയുന്നുണ്ട്, അച്ഛനൊന്ന് സമാധാനപ്പെട്, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഇത് പറഞ്ഞ് പുറത്തേക്ക് ചെന്ന് ക്യാമറയിലേക്ക് നോക്കുമ്പോൾ ക്യാമറയുടെ സെൻറ്ററിൽ ഒരു കൊതുക് വന്നിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ആര്യൻ ആ കൊതുകിനെ ഓടിച്ചു വിട്ടപ്പോഴേക്കും ക്യാമറ ദൃശ്യങ്ങൾ വീണ്ടും പഴയതുപോലെ തന്നെ കാണുവാൻ തുടങ്ങി. അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട്, ഇതെന്തു പറ്റി ഇപ്പോൾ പെട്ടെന്ന് ക്യാമറ പഴയതുപോലെ ആകാൻ? അതച്ഛാ, ക്യാമറയുടെ ഗ്ലാസ്സിൽ ഒരു കൊതു വന്നിരുന്നതാണ്. കൊതുകോ? ഒരു കൊച്ചു കൊതുക് വന്നിരിക്കുമ്പോൾ തീരുന്നതാണോ ഈ CCTV ക്യാമറ? അപ്പോൾ ധർമ്മൻ പറയുന്നുണ്ട്, അളിയ
കൊതുക് വരാതിരിക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ നമ്മൾ നോക്കിയാൽ പോരെ? ഒരു കൊതുക് തിരി കത്തിച്ച് അതിൻ്റെ കീഴിലോട്ട് വെക്കാം. അതിന് ബാലൻ ഇത്രയും പൈസ മുടക്കി ക്യാമറ വാങ്ങിയിട്ട് കൊതുക് കുത്താതിരിക്കാൻ ഇപ്പോൾ കൊതുക് തിരി കത്തിച്ച് വെക്കണമെന്ന്. അതൊന്നും പറ്റില്ല, അതൊക്കെ വലിയ ചിലവുള്ള കാര്യങ്ങളാണ്. ഇത്രയും കാശ് മുടക്കി ക്യാമറ ഫിറ്റ് ചെയ്യുമ്പോൾ നിസ്സാരം ഒരു കൊതുക് വിചാരിച്ചാൽ അത് ഇങ്ങനെയാകുമെങ്കിൽ ഈ സാധനം എനിക്ക് വേണ്ട. അതുമാത്രമല്ല, പുറത്തുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ പഴയതുപോലെ കാണാൻ പറ്റുന്നില്ല. ഇതൊരുമാതിരി പഴയ കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയിൽ നോക്കുന്നത് പോലിരിക്കുന്നു. വളരെ കുറഞ്ഞ പൈസയ്ക്ക് കടയിലൊരു CCTV വെച്ചിട്ട് ഒരു പ്രശ്നവുമില്ല. നല്ല കളർ പിക്ചറാണ് കിട്ടുന്നത്. നാളെ രാവിലെ തന്നെ ഈ സാധനം മാറ്റണം. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട്, അച്ഛാ, കളർ പിക്ചർ കിട്ടണമെങ്കിൽ പുറത്ത് പ്രകാശം ഉണ്ടാവണം. ഇപ്പോൾ പുറത്ത് നമ്മുടെ ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുകയാണ്. ലൈറ്റ് ഓഫ് ചെയ്ത് ഇരുട്ടായിരിക്കുന്ന സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ. ഇത്രയും പറഞ്ഞിട്ട് ആര്യൻ പുറത്തെ ലൈറ്റ് ഓൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബാലൻ ഒത്തിരി സന്തോഷമായി. ഇപ്പോൾ കാണുന്നത് കളർ പിക്ചർ തന്നെയാണ്. ഉടനെ ബാലൻ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ രാത്രിയിൽ വാതുക്കല്ല ലൈറ്റ് ഓഫ് ചെയ്യണ്ട, ഇങ്ങനെ കാണുന്നതാണ് നല്ലത്. അത് കേട്ടപ്പോൾ ധർമ്മൻ പറയുക, അയ്യോ അളിയ, രാത്രിയിൽ പുറത്തെ ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട കറണ്ട് ചാർജ് കൂടുമെന്നൊക്കെ അളിയനല്ലേ പറയുന്നത്? അതൊന്നും സാരമില്ല. കറണ്ട് ചാർജ് ഇച്ചിരി കൂടിയാലും CCTVയിൽ കാണുന്ന കാഴ്ച അത് നന്നായിട്ട് തന്നെ ഇരിക്കണം. ഇത് പറഞ്ഞിട്ട് ബാലൻ മുറിക്കകത്തേക്ക് പോവുകയാണ്. ബാലൻ്റെ ഈ കോമാളിത്തരങ്ങളൊക്കെ കണ്ടുകൊണ്ട് ധർമ്മനും മക്കളും വല്ലാതെ ചിരിക്കുന്നുണ്ട്. പിന്നീട് കാണുന്നത് ആനന്ദിനെയും ദേവിയുമാണ്. ദേവി വല്ലാത്ത സങ്കടത്തിലാണ്. ദേവിയുടെ മുഖം തെളിയുന്നതേയില്ല. ഇത് കണ്ടിട്ട് ആനന്ദ് ചോദിക്കുന്നുണ്ട്, എന്താ ദേവി, നിന്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ? അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ദേവി. ദേവി പറയുകയാണ്, ആനന്ദേട്ടാ, ഞാനത് പറയാണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഒത്തിരി സങ്കടമുണ്ട്, വലിയ സങ്കടം. എന്താ ദേവി, എന്തുപറ്റി ഇത്രമാത്രം സങ്കടം ഉണ്ടാവാൻ? ഞാൻ ആനന്ദേട്ടൻ്റെ ആരാണ്? അതെന്താ ദേവി നീ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, ആനന്ദേട്ടൻ്റെ ശരിക്കും ആരാണ് ഞാൻ? പറ ദേവി, നീ എൻ്റെ ഭാര്യയല്ലേ? ആണല്ലോ, സമ്മതിച്ചല്ലോ. ആനന്ദേട്ടാ, എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഇവിടെയുള്ള ഓരോരുത്തരും എനിക്ക് പല സമ്മാനങ്ങൾ തന്നു. അമ്മ നാളെ എനിക്ക് സാരി വാങ്ങി തരാം എന്നും പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഏറ്റവും പ്രധാനമായി എനിക്ക് സമ്മാനം തരേണ്ട ആള് ആനന്ദേട്ടനാണ്. പക്ഷെ ആനന്ദേട്ടൻ ഒരു മിഠായി പോലും എനിക്ക് വാങ്ങി തന്നില്ല. അതിൻ്റെ സങ്കടം എനിക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. ഉടനെ ആനന്ദ് ഒന്ന് ചിരിച്ചിട്ട് പറയുകയാണ്, അത് പിന്നെ ദേവി, ഞാൻ തരുന്ന സമ്മാനം എന്താണെന്ന് നിനക്കറിയാത്തത് കൊണ്ടുള്ള സങ്കടമാണിത്. അവരൊക്കെ തന്നതിനേക്കാൾ വിലപ്പിടിപ്പുള്ള സമ്മാനമാണ് ഞാൻ നിനക്ക് തരുന്നത്. ഇത് കേൾക്കുമ്പോഴേക്കും ദേവിയുടെ മുഖം ഒന്ന് പ്രകാശിക്കുന്നുണ്ട്. എന്താ പറഞ്ഞേ? അതിനേക്കാൾ വലിയ സമ്മാനമാണെന്നോ? എന്നിട്ട് എവിടെ? ഒന്ന് കാണിച്ചേ. ദേവി, ആ സമ്മാനം നിനക്ക് കാണാൻ കഴിയുന്നില്ലേ? ഇവിടെ തന്നെയുണ്ട്. ആനന്ദേട്ടാ, തമാശ പറയാതെ, എവിടെയാ സമ്മാനം? ഞാൻ ഒന്നും കാണുന്നില്ല. എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എവിടെയും ഒളിപ്പിച്ചിട്ടില്ല ദേവി, ഇവിടെ നിന്റെ മുൻപിൽ തന്നെ ഇരിപ്പുണ്ട്. ഏകദേശം 80-85 കിലോ ഭാരമുള്ള ആ സമ്മാനം. ഇത് കേട്ടുകൊണ്ട് ദേവി ആനന്ദിന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ ആനന്ദ് പറയുകയാണ്, ദേവി, ആ സമ്മാനം ഞാൻ തന്നെയാണ്, നിന്റെ ആനന്ദേട്ടൻ തന്നെയാണ്. എന്നെ ഞാൻ പൂർണ്ണമായിട്ട് ദേവിക്ക് തന്നിരിക്കുകയല്ലേ. ഇതിനേക്കാൾ വലിയൊരു സമ്മാനം ഇനി എന്താണ് എൻ്റെ ദേവിക്ക് തരാനുള്ളത്? ഞാൻ ഇത്രയും കേൾക്കുമ്പോഴേക്കും ദേവി പറയുകയാണ്, അയ്യോ ആനന്ദേട്ട, അത്രയൊന്നും ഞാൻ ഓർത്തില്ല കേട്ടോ. ശരിയാണ്, ആനന്ദേട്ടൻ തന്നെയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം. സോറി ആനന്ദേട്ട, സോറി. ഇത് പറഞ്ഞിട്ട് ദേവി അങ്ങനെ സങ്കടപ്പെട്ട് കുനിഞ്ഞിരിക്കുന്ന കാഴ്ച കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. വരുവാൻ പോകുന്ന എപ്പിസോഡുകൾ ഗംഭീര ട്വിസ്റ്റുകൾ നിറഞ്ഞതാണ്. കാണുവാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഒപ്പം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും ബൈ ബൈ.